നമ്മുടെ ജീവിതം എല്ലാ ദിവസവും നമ്മൾ ആരംഭിക്കേണ്ടത് 3 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അന്നത്തെ ജീവിതം പിന്നെ എന്തോ ഒരു രസമായിരിക്കും അറിയും. അന്നത്തെ ജീവിതം വളരെ എളുപ്പമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. എവിടെയും ഒരു തടസ്സം ഒരു പ്രയാസം ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹു സഹല് നൽകും എന്നാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ നമ്മളെ ജീവിതം തുറക്കാനുള്ള താക്കോലാണ്. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണെന്നറിയോ? സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നിസ്കാരം. ഈ നിസ്കരിക്കാൻ വരുന്നയും പോണിയൊക്കെ ആൾക്കാരെ കാണാൻ ഭയങ്കര രസമായിരിക്കുമല്ലോ അല്ലേ? ചിലപ്പോൾ രാവിലെയൊക്കെ നമ്മൾ റോഡ് കൂടി ഇങ്ങനെ പോരുമ്പോഴേ വയോവൃദ്ധന്മാരായ ആൾക്കാർ വരെ നടന്നിങ്ങനെ പോണ കാണാൻ സാധിക്കും, ജമാഅത്തിന് വേണ്ടി, സ്വലാത്തുൽ ഫജ്റിന് വേണ്ടി. അപ്പൊ ഫജ്ർ നിസ്കാരം നിർവഹിക്കുന്ന ആൾക്കാർ സ്വലാത്തുൽ ഫജ്ർ ഫീ ദിമ്മത്തില്ല എന്നാ. ഓന്റെ കാര്യം പിന്നെ ഓൻ നോക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുന്റെ സംരക്ഷണത്തിലാണ് അവൻ, അള്ളാന്റെ സംരക്ഷണത്തിലാണ് അവൻ. അപ്പോ സ്വലാത്തുൽ ഫജ്റിന് ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി പങ്കെടുക്കണം. ഈ പള്ളികളിൽ ജമാഅത്തിന് വരുന്ന ആൾക്കാരെ ചെരുപ്പ് വെച്ചതിനെ കാണുമ്പോൾ എന്ത് രസകരം. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ടാരോ അതിനെക്കുറിച്ച് എഴുതിയപ്പോൾ ഇവിടെ വായിച്ചിട്ട് ഓർക്കുന്നുണ്ടെന്ന് അറിയാം. ഉറങ്ങിക്കിടക്കുന്ന രാജാവിനെ മാതിരിയാണ് തോന്നാറുണ്ട്. ഏത് ചെരുപ്പ് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരെ ചെരുപ്പ് മുന്നിൽ കിടക്കുന്ന കണ്ടാൽ ഉറങ്ങിക്കിടക്കുന്ന രാജാക്കന്മാരെ മാതിരിയാണ്. അത്രയും വലിയ സന്തോഷം ഉണ്ടാവും അത് കണ്ടാലെന്നാണ്. അപ്പോൾ ആ ആളെ കണ്ടാലോ അത്രയും സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാ വക്തും അതുകൊണ്ട് നമ്മൾ ആ പൂട്ടിനെ തുറക്കേണ്ടത് ജീവിതത്തിന്റെ ആരംഭം നമുക്ക് സ്വലാത്തുൽ ഫജ്ർ കൊണ്ടായിരിക്കണം. രണ്ടാമത്തേത് പ്രഭാതത്തിലെ ഖുർആൻ പാരായണമാണ്. പ്രഭാതത്തിലെ ഖുർആൻ പാരായണം എന്താണെന്ന് പറഞ്ഞത്? മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന മലക്കുകൾ വരുന്നതാണ്. ആ സമയത്ത് ഖുർആൻ ഓതുന്ന ആൾക്കാരെ അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആ സമയത്തുള്ള ഖുർആൻ പ്രത്യേകിച്ചും മലക്കുകൾ വരും. ആ സമയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞ് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. പ്രഭാതത്തിലെ ഖുർആൻ പാരായണം അത് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയം നമ്മൾ ഓർത്തു വെക്കാൻ 2 കാര്യമില്ലേ. ഇനി മൂന്നാമത്തെ എന്താണ് അറിയോ? അദ്കാറുസ് സബാഹ്. ഈ 3 കാര്യങ്ങളുണ്ട്. അത് മതി ഒരു മനുഷ്യൻ അന്ന് ജീവിതം നന്നാക്കാൻ വേണ്ടി. എല്ലാ ടെൻഷനും മാറും, എല്ലാ കുടുംബ പ്രശ്നങ്ങളും മാറും, കലഹങ്ങളും മാറും, ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. ജീവിതം ഉന്മേഷദായകമായിരിക്കും. ഈ 3 കാര്യങ്ങൾ: 1 സ്വലാത്തുൽ ഫജ്ർ, പ്രഭാതത്തിലെ നിസ്കാരം; 2 പ്രഭാതത്തിലെ ഖുർആൻ പാരായണം; 3 പ്രഭാതത്തിലെ അദ്കാർ സബാഹ് അല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങളായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന് ഓരോ ദിവസവും തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ടാവട്ടെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ.